വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന, അതായത് സെറ്റ് ഹിസ്റ്ററി 2026 ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതുവരെയുള്ള സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇവിടെ തന്നെ നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകാം. First question, the criticism that determine the authorship, place and time of the document. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടിയിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, അതായത് നമ്മൾ 2021 മുതലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പോലും ഇവിടെ എല്ലാം തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ മേ ബി ഇത് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ക്രിറ്റിസിസത്തുമായി നോക്കി പോകുന്നത് അത്യാവശ്യമായിരിക്കും. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ക്രിറ്റിസിസം, തന്നിരിക്കുന്നതിൽ ഏത് ക്രിറ്റിസിസം ആണ്, വിച്ച് ക്രിറ്റിസിസം ഡിറ്റർമൈൻ ചെയ്യുന്നു ഓതർഷിപ്പും പ്ലേസ് ആൻഡ് ടൈം ഓഫ് ദ ഡോക്യുമെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ക്രിറ്റിസിസം ആണ്? സോ ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ എ ഇന്റർപ്രറ്റീവ് ക്രിറ്റിസിസം, ആൻഡ് ഓപ്ഷൻ ബി വന്നിട്ട് ഇന്റേണൽ ക്രിറ്റിസിസം, ഓപ്ഷൻ സി external criticism, and option D higher criticism. So here the correct answer is external criticism. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെയാണ് നമ്മൾ ലോവർ ക്രിറ്റിസിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ക്രിറ്റിസിസം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റ്, ആ ഒരു ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഓതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഓതന്റിസിറ്റി വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നടത്തുന്ന ക്രിറ്റിസിസം എന്താണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോംസ്, ഓതർഷിപ്പ്, അല്ലെങ്കിൽ ഡേറ്റിംഗ്സ്, ഇത്തരത്തിലുള്ള ഓതന്റിസിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ, ദാറ്റ് മീൻസ് ദിസ് ക്രിറ്റിസിസം ഫോക്കസ് ഓൺ ദ ഡോക്യുമെന്റ് ഫിസിക്കൽ കോണ്ടെക്സ്റ്റുവൽ ആസ്പെക്ട്സ് ഓഫ് ടു പ്രൂവ് ഇറ്റ് ജെന്യൂനിറ്റി. ഇതിന്റെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ കണ്ടെക്സ്റ്റുവൽ ആസ്പെക്ട്സുകളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ദാറ്റ് മീൻസ് ഓതന്റിസിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിറ്റിസിസം ആണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെയാണ് നമ്മൾ ലോവർ ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. എന്താണ്? ലോവർ ക്രിറ്റിസിസം എന്നുകൂടി അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇറ്റ് വെരിഫൈ ദ റിയൽ, അല്ലെങ്കിൽ റിയാലിറ്റി, ഇത് ജെന്യൂനിറ്റി ഒക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിറ്റിസിസം ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് മസ്റ്റ് ബി ഡൺ ബിഫോർ എക്സ്റ്റേണൽ ഇന്റേണൽ ക്രിറ്റിസിസം. ഇന്റേണൽ ക്രിറ്റിസിസത്തിന് മുന്നേ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇന്റേണൽ ക്രിറ്റിസിസം എന്താണെന്ന് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇന്റേണൽ ക്രിറ്റിസിസം? ഇൻ ഇന്റേണൽ ക്രിറ്റിസിസം, the historical research is evaluating the source of content for credibility, accuracy and meaning after establishing it authenticity. ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓതന്റിസിറ്റി തെളിയിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് തെളിയിക്കാൻ പോകുന്നത്? ഇന്റേണൽ ക്രിറ്റിസിസത്തിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇന്റേണൽ ക്രിറ്റിസിസത്തില് ദ സോഴ്സ് കണ്ടന്റ് ഫോർ ദ, ഈ സോഴ്സ് കണ്ടന്റിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട്, ആക്യുറസി എത്രത്തോളം ഉണ്ട്, ദ മീനിങ് ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ് authenticity. അപ്പോൾ സംടൈംസ് ദിസ് ടൈപ്പ് ഓഫ് ഇന്റേണൽ ക്രിറ്റിസിസം ഈസ് കോൾഡ് ദി ഹയർ ക്രിറ്റിസിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ നമ്മുടെ ഇന്റേണൽ ക്രിറ്റിസിസത്തെ. അപ്പൊ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എക്സ്റ്റേണൽ ക്രിറ്റിസിസം, അപ്പൊ ഇന്റേണൽ ക്രിറ്റിസിസത്തിലാണെങ്കിൽ ഒരു ഹയർ ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നു, വിച്ച് ഇവാലുവേറ്റ് ദ ട്രൂത്ത്ഫുൾനെസ്. അത് എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുക. ട്രൂത്ത്ഫുൾനെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഓതന്റിസിറ്റി അല്ല, ട്രൂത്ത്ഫുൾനെസ് ഉണ്ടോ, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടോ, ഇവയൊക്കെ നമുക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ ക്രിറ്റിസിസത്തെയാണ് ഹയർ ക്രിറ്റിസിസം എന്നും എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെയാണ് ലോവർ ക്രിറ്റിസിസം എന്നും വിളിക്കുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് പഠിച്ചെടുക്കുക. ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി പഠിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രിറ്റിസിസം ആണ്. ഓക്കെ, അപ്പോ എക്സ്റ്റേണൽ ക്രിറ്റിസിസവും ഇന്റേണൽ ക്രിറ്റിസിസവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകാം.
ഓക്കെ, അടുത്ത നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചിരിക്കുന്ന ഇത്രയുമാണ്. എന്താണ്? പെരിഞ്ചെല്ലൂർ ഓൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ. പെരിഞ്ചെല്ലൂർ ഒരു ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ പെരിഞ്ചെല്ലൂർ ഈസ് ഓൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ആണ് പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞു പോയത് നമ്മുടെ യൂണിറ്റ് 1-ലെ മൊഡ്യൂൾ 1-ഉമായിട്ടൊക്കെ മൊഡ്യൂൾ 1-ഉം 2-ഉം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ അകത്തു നിന്ന് വരുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ഇതാണ്. അപ്പൊ ആ ഒരു ഭാഗം പഠിക്കാൻ തന്നെ വേണം. നെക്സ്റ്റ്, പെരിഞ്ചെല്ലൂർ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ വി മസ്റ്റ് ബി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേ മതിയാവത്തുള്ളൂ. ബിക്കോസ് അതെന്തെന്ന് വെച്ചാൽ അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നു എന്നൊന്ന് നോക്കൂ. പെരിഞ്ചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ കേരള ഈസ് ഐഡന്റിഫൈഡ് വിത്ത്. അപ്പൊ പെരിഞ്ചെല്ലൂര് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴക്കം ചെന്ന ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ ഒന്നാണ്. ഈ പെരിഞ്ചെല്ലൂർ ഇന്ന് ഇപ്പൊ നൗ ഇറ്റ് ഈസ് എവിടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് വിത്ത്. ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈസ് ലൊക്കേറ്റഡ് ഇൻ എവിടാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വന്നിട്ട് പയ്യന്നൂർ, ഓപ്ഷൻ ബി തളിപ്പറമ്പ്, ഓപ്ഷൻ സി പെരുമ്പാവൂർ, ഓപ്ഷൻ ഡി മൂഴിക്കുളം. സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പെരിഞ്ചെല്ലൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പെരിഞ്ചെല്ലൂർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഏത് ഭാഗം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം എന്നുകൂടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവാണ്. 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്, കേരള ഹിസ്റ്ററിയിൽ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ കൃത്യമായിട്ടും പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ബിക്കോസ് അതിന്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. പെരിഞ്ചെല്ലൂർ, അപ്പൊ പെരിഞ്ചെല്ലൂർ ഈസ് ലൊക്കേറ്റഡ് ഇൻ നൗ ഇറ്റ് ഈസ് ഇൻ തളിപ്പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. തളിപ്പറമ്പ് ഈസ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ പെരിഞ്ചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോർത്ത് മോസ്റ്റ് ട്രഡീഷണൽ ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഇൻ കേരള. ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ദ പ്രസന്റ് ഡേ ടൗൺ ഇൻ തളിപ്പറമ്പ് ഈസ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ പ്രസന്റ് ഡേ ഈ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തളിപ്പറമ്പിലായിരുന്നു പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെടുന്ന ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരുപാട് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ പഠിച്ചാൽ അത്രയും നല്ലത്. ഓരോ ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ വെറുതെ അങ്ങ് പഠിച്ചു പോകരുത്. ഓരോ ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളും പഠിക്കുക. അത് ഇപ്പൊ നൗ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ന് തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോർത്ത് മോസ്റ്റേൺ ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് എന്നറിയപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നോർത്തേൺ മോസ്റ്റ് പ്ലേസ് ആണല്ലോ കണ്ണൂരിലെ തളിപ്പറമ്പ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. പിന്നെ പയ്യന്നൂർ എല്ലാവർക്കും അറിയാം. അതും ഈ പയ്യന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റിൽ ഒന്നാണ് പയ്യന്നൂര് കണ്ണൂരിൽ തന്നെയാണ് പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പെരുമ്പാവൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് പെരുമ്പാവൂർ. മൂഴിക്കുളം ഇസ് എൻ ഓൾഡസ്റ്റ് ട്രഡീഷണൽ ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ കരിമ്പുഴയും ചൂർണി റിവറിനും സെൻട്രൽ കേരള. അതായത് ദാറ്റ് മീൻസ് സെൻട്രൽ കേരള ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ആണ്. ഇറ്റ് ഈസ് മൂഴിക്കുളം ഇൻ ദ പ്രസന്റ് ഡേ എറണാകുളം ഡിസ്ട്രിക്ട്. മൂഴിക്കുളം ഇൻ ദ പ്രസന്റ് ഡേ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്തരം ബ്രാഹ്മിൻ സെറ്റിൽമെന്റുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഓരോ പ്ലേസ് കണ്ടപ്പോൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതെല്ലാം റിവേഴ്സിന് കുറുകെയാണ്. അപ്പൊ ഞാൻ മൂഴികുളം പറഞ്ഞു, കരിമ്പുഴ നദിക്കും കരിമ്പുഴ റിവറിനും ചൂർണി റിവറിനും സെൻട്രൽ ആയിട്ട് ദാറ്റ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ കേരള ഇൻ ദ പ്രസന്റ് ഡേ എറണാകുളം, ദാറ്റ് ഈസ് മൂഴിക്കുളം. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം കിട്ടിയത്. പെരിഞ്ചെല്ലൂർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ നാം ഓഫ് ദ ഏരിയ known today as the Taliparam is a significant town in the Kannur district. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് തളിപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു മോസ്റ്റ് റിപ്പീറ്റഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൗര്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് മൗര്യൻ എംപയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. മൗര്യാസ്
ഗുപ്താസ്, ശതവാഹനാസ്, ഇവരെല്ലാം നന്ദാസ്, ഇത്രയും ഡൈനാസ്റ്റികൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അതിന്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസ് ദ പാർട്ട് ഓഫ് ദ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏൻഷ്യന്റ് മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെടുത്തി. ഈഡിറ്റ്സുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അശോകന്റെ ഈഡിറ്റ്സുകൾ എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാതെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. സോ അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ചോള, പാണ്ഡ്യാസ് ആൻഡ് കേരളപുത്രാസ് ആൻഡ് സത്യപുത്രാസ് ആർ മെൻഷൻഡ് ആസ് ഹിസ് നൈബറിംഗ് പവർ ബൈ ദ അശോക ഇൻ ദ വിച്ച് എഡിക്ട്? ചോളന്മാര്, ചേരന്മാര്, കേരളപുത്രന്മാർ, സത്യപുത്രന്മാർ എന്നിവരൊക്കെ തന്റെ അയൽ ശക്തികളായിട്ട് അശോക ചക്രവർത്തി പരാമർശിച്ചിരിക്കുന്നത് ഏത് ഈഡിറ്റ്സിലാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓൺസ് അഗെയിൻ, ദ ചോള, പാണ്ഡ്യ, Keralaputra and Satyaputra are mentioned as his neighboring power by Ashoka in option A, Rock Edict 2nd, Rock Edict 11, Rock Pillar Edict ആണ് വന്നിരിക്കുന്നത്. Pillar Edict 7 ആണ്. Minor Rock Edict ഓപ്ഷൻ ഡി, മൈനർ റോക്ക് എഡിക്ട്സ്. ഇതിൽ ഏത് എഡിക്ട്സിലാണ് അശോക ചക്രവർത്തി ചോള, പാണ്ഡ്യ, കേരളപുത്ര ആൻഡ് സത്യപുത്രാസ് എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് ശിലാശാസനത്തിലൂടെയാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, റോക്ക് എഡിക്റ്റ്. റോക്ക് എഡിക്റ്റ് 2nd ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ 2ാം ശിലാശാസനത്തിലായിരുന്നു അദ്ദേഹം ചോള, പാണ്ഡ്യ, കേരളപുത്ര, സത്യപുത്രാസ് എന്നൊക്കെ അദ്ദേഹത്തെ തന്റെ നെയ്ബറിംഗ് പവേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഈഡിക്ട്സുകളെല്ലാം. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആണോ ഞാൻ ഈ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ ഒരു HSST ഹിസ്റ്ററിക്ക് ഇപ്പോൾ ലാസ്റ്റ് നടന്ന HSST ഹിസ്റ്ററി എക്സാമിനേഷന് വരെ ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ദെൻ വന്നിട്ട് നമുക്ക് നോക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത് മോഡ് ഈസ് ദ പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദ പാർട്ട് ഓഫ് ദി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്കറിയാം ഒത്തിരി ഉണ്ട്. നമുക്ക് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസുകളാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഒത്തിരി പഠിച്ചു പോകാം, ഇയേഴ്സ് പഠിച്ചു പോകാം, അല്ലെങ്കിൽ ഈവെന്റ്സ് പഠിച്ചു പോകാം, അല്ലെ, അതൊക്കെ വരാം. അതിന്റെ അകത്ത് നമുക്ക് നോക്കൂ മാച്ച്. ഇതിൽ ഇന്ത്യൻ നാഷണൽ ആർമി, ഓപ്ഷൻ ബി ഗദ്ദാർ പാർട്ടി, ഓപ്ഷൻ സി മിത്രമേള, ഓപ്ഷൻ ഡി ഹോം റൂളിംഗ്. ഇതൊക്കെയാണ് മാച്ച് വന്നിട്ട്. സെക്കൻഡ് മാച്ചിൽ വന്നിട്ട് ലാല ഹർദയാൽ, സുഭാഷ് ചന്ദ്രബോസ്, BD സവർക്കർ, ഓപ്ഷൻ 4 ആനി ബസന്റ്. സോ നമുക്ക് നോക്കാം, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി ആക്ച്വലി രൂപീകരിച്ചത് ആരായിരുന്നില്ല? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നില്ല. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി 1942 സിംഗപ്പൂരിൽ ഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചു പോകാം. ഇന്ത്യൻ നാഷണൽ ആർമി ആക്ച്വലി ഓപ്ഷൻ A2 തന്നെയാണെങ്കിലും ആക്ച്വലി നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണം. 1942 രൂപീകരിച്ചത് ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ് സിംഗപ്പൂരിൽ രൂപീകരിക്കും. വിത്ത് ദ ജപ്പാനീസ് സപ്പോർട്ടോട് കൂടിയിട്ട് യൂസിങ് ക്യാപ്ചേർഡ് ഇന്ത്യൻ സോൾജേഴ്സ് ഈസ് ദ പാർട്ട് ഓഫ്. അങ്ങനെ 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് സിംഗപ്പൂരിലായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ലീഡർഷിപ്പ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ലീഡ് ടു അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയെ പിന്നെ റിവൈറ്റലൈസ് ചെയ്തെടുത്തത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് സുഭാഷ് ചന്ദ്രബോസ്. ഇൻ ദ ഹാൻഡ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമി റിവൈറ്റലൈസ് ചെയ്തെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ഇൻ 1943. അത് ഏത് വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിയത്? 1943 അപ്പൊ ഇയറുകൾ മറക്കാതെ കൂടെ പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ, അത് 1943 പ്രോമിനൻസ് അല്ല ദാറ്റ് ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു എന്താ പറയുന്നത് ഇന്റർനാഷണൽ ആർമി എന്നറിയപ്പെടുന്ന ഒരു സംഘടന ഇറ്റ് ഗെയിൻ ദ പ്രോമിനൻസ് അണ്ടർ ദ സുഭാഷ് ചന്ദ്രബോസ്, ദാറ്റ് മീൻസ് നേതാജി, ഫ്രം 1943 who became its supreme commander. 1943 ഇതിന്റെ ഈ ഒരു സംഘടനയുടെ ഒരു സുപ്രീം കമാൻഡർ ആയി തീർന്നത് സുഭാഷ് ചന്ദ്രബോസിലൂടെയായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോ ക്ലിയർ അപ്പായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗദ്ദാർ പാർട്ടിയെ നോക്കാം. ഗദ്ദാർ പാർട്ടി ഇറ്റ് ഈസ് ഫോംഡ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ലാലാ ഹർദയാലിലേക്ക് കടക്കണം. B1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം ആൻസർ കീയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. 1930 ഈ ലാലാ ഹർദയാൽ മാത്രമായിരുന്നില്ല. അതിലെ ലീഡിംഗ് ഫിഗേഴ്സ് ഓഫ് ദ ഗദ്ദാർ പാർട്ടി ഈസ് ആക്ച്വലി
The Gaddar Party is an international revolutionary organization. ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിപ്ലവ സംഘടന കൂടിയായിരുന്നു ഗദ്ദാർ പാർട്ടി. ഇസ് ഫൗണ്ടഡ് ബൈ ദ ഇന്ത്യയിലല്ലായിരുന്നു ഇത് ഫൗണ്ട് ചെയ്തത്, പക്ഷെ ഇന്ത്യയിലെ കുറച്ച് റെവല്യൂഷണറി ലീഡേഴ്സ് ആയിട്ടുള്ള is a figures like 1930 1913 by the figures like സോഹൻ സിംഗ് ബഖാന ആൻഡ് ലാല ഹർദയാൽ ചേർന്നിട്ട്, ഇവരൊക്കെ ചേർന്നിട്ടായിരുന്നു 1913 യു എസിലും ആൻഡ് കാനഡയിലുമായിട്ട് ഈ ഒരു ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അതായത് ഗദ്ദാർ പാർട്ടി വാസ് ഫൗണ്ടഡ് ഇൻ ദ USA in 1930 by the Indian revolutionary leaders, primarily the സോഹൻ സിംഗ് ബഖാന. ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു സോഹൻ സിംഗ് Bakana, the president of this Gaddar party, and the intellectual leader Lala Hardayar, along with the others like ഒരുപാട് മറ്റു ചില വ്യക്തികൾ is the part of this സംഘടനയിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ഫിഗേഴ്സിനെ നിങ്ങൾ എടുത്തു പഠിക്കണം. സോഹൻ സിംഗ് ബഖാനയുടെയും അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ദ കീ ഫിഗർ ഓഫ് ദീസ് ഗദ്ദാർ പാർട്ടി ഈസ് ലാല ഹർദയർ. അപ്പൊ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ 1913 ഈ ഒരു പാർട്ടി USA ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെ ആണെന്ന് ചോദിക്കും. യുഗന്ധർ ആശ്രം ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയിൽ. എവിടായിരുന്നു? യുഗന്ധർ ആശ്രം ഇൻ. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലെ USA സാൻ ഫ്രാൻസിസ്കോയിലെ യുഗന്ധർ ആശ്രമത്തിലായിരുന്നു 1913 1930 യുഗന്ധർ ആശ്രം ഇൻ സാൻ ഫ്രാൻസിസ്കോയില് നമ്മുടെ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അത് ഇയർ മറക്കല്ലേ, ഇയർ എപ്പോഴാ പറഞ്ഞത്? 1930. അപ്പൊ അവിടെ ആയിരുന്നു സാൻ ഫ്രാൻസിസ്കോ എന്ന് പഠിച്ചാലും തെറ്റില്ല. മേ ബി ചിലപ്പം ചോദിക്കാം യുഗന്ധർ ആശ്രം ഇൻ സാൻ ഫ്രാൻസിസ്കോ. ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മോസ്റ്റ് റിപ്പീറ്റഡ് നെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന് ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻസി നിങ്ങൾ റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടൻസി നിങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഓക്കെ, ദെൻ ഇനി വരുന്നത് മിത്രമേള ഓപ്ഷൻ സി. ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ ഇസ് VD സവർക്കർ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ മിത്രമേള സംഘടിപ്പിച്ചത് ആരായിരുന്നു? VD സവർക്കർ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹോം റൂൾ ലീഗ് ആണ്. ഹോം റൂൾ ലീഗിന്റെ സ്ഥാപനത്തെ കുറിച്ച് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ആനി ബസന്റ് ആണെങ്കിലും ആക്ച്വലി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തന്നെ പോകണം. ഈ ഹോം റൂൾ ലീഗ് ഫസ്റ്റ് ഓഫ് രൂപീകരിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ ഹോം റൂൾ ലീഗ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1960. 1916 ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ബൈ ബാലഗംഗാധര തിലകൻ, ഹു ഈസ് ദ ലീഡിംഗ് ഫിഗർ. ഈ ലോഞ്ച് ഹിസ് ലീഗ് ഏപ്രിൽ മഹാരാഷ്ട്ര. അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഏപ്രിൽ 1916 എന്താ പറയുന്നത് ഹോം റൂൾ പ്രസ്ഥാനം, ഇന്ത്യൻ ഹോം റൂൾ ലീഗ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അപ്പൊ അദ്ദേഹം എവിടെ ആയിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു. ലോഞ്ച് ദ ഹോം റൂൾ ലീഗ് ഇൻ ഏപ്രിൽ 1968 ബോംബെയിലായിരുന്നു രൂപീകരിച്ചത്. ബോംബെ പ്രൊവിൻഷ്യനിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു പൂനെയിൽ ആയിരുന്നു രൂപീകരിച്ചതെന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക, ബോംബെയിൽ. അതിനെ തുടർന്ന് ആനി ബസന്റ് ഈ ഒരു ഹോം റൂൾ പ്രസ്ഥാനം 1960 തന്നെയായിരുന്നു മദ്രാസിൽ രൂപീകരിച്ചു, അല്ലെ? മദ്രാസിലെ ചെന്നൈയിലെ അടയാറില് 1916 ചെന്നൈയിലെ അടയാറില് ആരായിരുന്നു? ആനി ബസന്റ്. അതുപോലെ തന്നെ 1916 ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ബാലഗംഗാധര തിലകൻ. 1960 ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ചു. അദ്ദേഹം നിരവധി പ്രദേശങ്ങളിലൊക്കെ രൂപീകരിച്ചെങ്കിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് ബോംബെയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു രൂപീകരണം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് വളരെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആകുമ്പോൾ ഇയേഴ്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം, ഈവൻസിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ നമുക്ക് C3 and D4. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ വന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ സംഘം ഏജ് നൈതൽ ഡിനോട്ട്സ്. ഇപ്പോൾ സംഘകാലഘട്ടത്തെ കുറിച്ച് അറിയാം. ഇത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കേരള ഹിസ്റ്ററി ചില കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ്. കാരണം എല്ലാവർക്കും ഒക്കെ അറിയാം. എങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഐന്തിനാസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, മോസ്റ്റ് ഇവന്റ്സ് ആണ് നിങ്ങൾക്കറിയാം. ഐന്തിനാസ് ഡ്യൂറിംഗ് ദ സംഗമേജ്, സംഘകാല തമിഴകത്തിന്റെ ഭാഗമായിട്ടുള്ള ഐന്തിണകളിൽ ഒന്നാണ് നെയ്തൽ എന്ന് പറയുന്നത്. ഈ നെയ്തലിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? അതായത് സംഘകാലത്ത് നെയ്തൽ എന്നർത്ഥം വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കോസ്റ്റൽ റീജിയൻ ആണോ, ഹിൽ റീജിയൻ ആണോ, ഡെസേർട്ട് റീജിയൻ ആണോ, ഫീൽഡ് റീജിയൻ ആണോ? ദാറ്റ് ഈസ് നെയ്തൽ. നെയ്തൽ ഈസ് ആക്ച്വലി ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഇസ് എ കോസ്റ്റൽ റീജിയൻ. അപ്പൊ ഐന്തിനാസുകൾ നമ്മൾ പഠിച്ചെടുക്കണം. കുറിഞ്ചി, മുല്ലൈ, മാലൈ, മരുതം, നെയ്തൽ. ദീസ് ഈസ് ദ ഐന്തിനാസ്. ഇതിനെയാണ് നമ്മൾ ഐന്തിനാസുകൾ എന്ന്
അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദ ഫൈവ് തിണാസ്, ഫൈവ് തിണകൾ എന്ന് പറയുമ്പോൾ ഐന്തിണാസ് ആർ ദ ഫൈവ് ഡിസ്റ്റിങ്ക്ട് ഇക്കോളജിക്കൽ ഓർ ദി ജിയോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഏൻഷ്യന്റ് തമിഴ് സംഘം ലിറ്ററേച്ചർ. അതായത് ഏൻഷ്യന്റ് സംഘം ലിറ്ററേച്ചറിലൊക്കെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ജിയോഗ്രഫിക്കൽ എക്കോളജിക്കൽ ഫൈവ് ഡിസ്റ്റൻസ് ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, അഞ്ച് തിണകൾ, ഫൈവ് തിണാസ് എന്ന്, അതായത് ദാറ്റ് മീൻസ് ഐന്തിനാസ് എന്ന് അറിയപ്പെടുന്നത്. അതില് കുറിഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ഹില്ലി റീജിയൻ ആണ്, ഇസ് എ മൗണ്ടൻ റീജിയൻ ആയിരുന്നു. അവിടുത്തെ ഒരു ചീഫ് ഡയറ്റ് ചോദിക്കും, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാം പഠിച്ചു പോകാം. കുറിഞ്ചിയിലെ ഒരു മെയിൻ ഡയറ്റ് എന്ന് പറയുന്ന മുരുകനായിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ കുറിഞ്ചി ഹിൽ ഏരിയസ് ഈസ് നോൺ ആസ് ദ കുറവർ. ഓക്കെ, ഇനി മുല്ലൈ, ദാറ്റ് ഇസ് എ ഫോറസ്റ്റ് ഓഫ് പാസ്റ്റൽ ട്രാക്ട് ആയിരുന്നു. ദർ മെയിൻ ഡയറ്റ് ഈസ് മായൻ. അപ്പൊ മുല്ലൈ തിണയിലെ മെയിൻ ഡയറ്റ് എന്നറിയപ്പെടുന്നത് മായനായിരുന്നു. ഇതൊരു പാസ്റ്റൽ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടുത്തെ പീപ്പിൾ, ഇതുകൊണ്ട് പാസ്റ്റൽ റീജിയൻ ആയത് ഒരു മെഡോസുകളൊക്കെ, പുൽമേടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെ ഇടയർ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി മരുതം ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ച്വലി ഈസ് ഒരു വെറ്റ് അഗ്രികൾച്ചർ പ്ലെയിൻ ആയിരുന്നു. ഇറ്റ്സ് എ മെയിൻ ഡയറ്റി വെന്താൻ ആയിരുന്നു ഇവിടുത്തെ ഒരു അഗ്രികൾച്ചർ ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇറിഗേഷണൽ പ്രോസസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെ ഉഴവർ മറിക്കുന്നവർ, ഉഴവർ എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടുത്തെ മെയിൻ ഡൈറ്റി ആയിരുന്നു വെന്താൻ. ഈസ് ദ മെയിൻ ഡൈറ്റി ഓഫ് ദ ഇൻ ദിസ് ഏരിയ, ദാറ്റ് ഈസ് മരുതം. നെയ്തൽ ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നെയ്തൽ ദാറ്റ് ഈസ് എ കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശത്തെ ജനങ്ങളാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ മെയിൻ ഡൈറ്റി എന്ന് പറയുന്ന വരുണ, സമുദ്രദേവനായ വരുണനെയായിരുന്നു അവിടുത്തെ ചീഫ് ഡൈറ്റി എന്നറിയപ്പെടുന്നത്. ഇല്ലെങ്കിൽ മീനവർ, മുക്കുവർ, പരതവർ എന്നൊക്കെ ഈ ഒരു ഏരിയാസിലെ ജനങ്ങളെ, ഇൻഹാബിറ്റൻസിനെ നമ്മൾ വിളിച്ചിരുന്നു. പരതവർ, മീനവർ, മുക്കുവർ എന്നൊക്കെ വിളിച്ചിരുന്നു. ഇനി പാലൈ, ദാറ്റ് ഇസ് എറിഡ് ഓർ ദ ഡ്രൈ വേസ്റ്റ് ലാൻഡ് ഏരിയാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അഗ്രികൾച്ചർ പർപ്പസിനൊന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഇറിഗേഷൻ പർപ്പസ് ഒന്നും യൂസ് ചെയ്യാൻ കഴിയാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു, മറവർ അല്ലെങ്കിൽ കളവർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അവര് മറ്റുള്ള തിണകളിലൊക്കെ ചെന്ന് അവിടെയുള്ള ആടുമേടുകളെയൊക്കെ തന്നെ അവർ എന്ത് ചെയ്തു, കൊള്ളയടിച്ചുകൊണ്ടൊക്കെ വന്നിരുന്നു. അപ്പൊ ഇവിടത്തെ ജനങ്ങളുടെ പ്രധാന കുലത്തൊഴിൽ തന്നെ കള്ളന്മാർ അല്ലെങ്കിൽ മറവർ ഒക്കെ എങ്ങനെയായിരുന്നു അവരെ വിളിച്ചിരുന്നത്. ഇവരുടെ ഒരു ചീഫ് ഡയറ്റി എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്ന ആരായിരുന്നു, അവരുടെ കൊറവൈ ആയിരുന്നു. ആരാ, കൊറവൈ ഈസ് ദ ചീഫ് ഡയറ്റി ഓഫ് ദിസ് തിണ ഈസ് ടു കൊറവൈ. ദ പീപ്പിൾ ഈസ് നോൺ ആസ് ദ മറവർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പഠിക്കണം. ഈ ഒരു കാലഘട്ടത്തിലെ സംഘകാല ലിറ്ററേച്ചർ എന്ന് പറയുന്നത് 300 BC to 300 CE ആണ്. 300 BC എന്ന് എടുത്ത് പഠിച്ചു വെക്കുക. 300 BC, 300 BCക്കും 300 സിക്കും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് സംഘകാല തമിഴ് സാഹിത്യം എന്ന് പറയുന്നത്. ഈ ഒരു സംഘകാല തമിഴ് സാഹിത്യ കൃതികളിലൊക്കെ തന്നെ ഈ ഒരു തിണാസുകളെ, തിണാസുകളെ കുറിച്ച് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. എട്ടുതുകൈ, പത്തുപാട്ട്, തൊൽക്കാപ്പിയർ എഴുതിയ ഒരു തമിഴ് ഗ്രാമർ ആയിരുന്നു തൊൽക്കാപ്പിയർ എഴുതിയ തൊൽക്കാപ്പിയത്തിലും എട്ടുതുകയിലും പത്തുപാട്ടിലും 10 ഇതിലൊക്കെ തന്നെ ശിലപ്പതികാരം, മണിമേഖല, ഇതിലെല്ലാം ഇത്തരത്തിലുള്ള സംഘകാല തമിഴ് സാഹിത്യ കൃതികളിലെല്ലാം തന്നെ ഈ ഐന്തിനാസുകളെ കുറിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഇത് തന്നെ എല്ലാം ഓരോന്നായിട്ട് പഠിക്കണം. അതിനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ലാസ്റ്റ് ഓൺ ക്വസ്റ്റ്യൻ ഈസ് ടു, നമുക്ക് ഡെഫിനിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. നിങ്ങൾക്ക് അറിയാം, ഡെഫിനിഷൻ എപ്പോഴും പല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. നമ്മുടെ യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇവിടെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമിനേഷനും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ്, ഹൗ ഡസ് കാർലെ ഡിഫൈൻ ഹിസ്റ്ററി? കാർലെ എങ്ങനെയാണ് ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അറിയാലോ. ഹിസ്റ്ററി ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ദ അൺചേഞ്ചിങ് പാസ്റ്റ്. ഓപ്ഷൻ ബി, history is an unending dialogue between past and present. Option C, history is the study of that makes man wise. History is the nothing but the biography of the great man. It's a very simple question. Option D is the correct answer. So കാർലെ എങ്ങനെയാണ് ചരിത്രത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഹിസ്റ്ററി is nothing but the biography of great man. അല്ലെങ്കിൽ ഗ്രേറ്റ് മാൻമാരുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ വലിയ മനുഷ്യന്മാരുടെ ചരിത്രമാണ് എന്തെന്നറിയും, മഹാന്മാരുടെ ചരിത്രമാണ് ഹിസ്റ്ററി. ചരിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഒരു മഹാന്മാരുടെ ബയോഗ്രഫീസ് ആണ് ചരിത്രം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറിച്ച് ഹിസ്റ്ററി ദ സ്റ്റഡി ഓഫ് ദ മാൻ ബേസ് അല്ല. ചരിത്രം മനുഷ്യരെ ജ്ഞാനികളാക്കുന്നു. ഇസ് അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഹിസ്റ്ററി ഇസ് ആൻ അക്കൗണ്ട് ഓഫ് ദ അൺചേഞ്ചിങ് പാസ്റ്റ്.
ഇങ്ങനെ ഓരോരോ ഡെഫിനിഷൻസുകളൊക്കെ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ. സോ ആ ഒരു ഡെഫിനിഷൻ ഹിസ്റ്ററിക്ക് നൽകിയത് ആരായിരുന്നു? ഹിസ്റ്ററി എന്താ പറയുന്നത്, ഡിഫൈൻ പിന്നെ കാർലെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്ത് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ, മഹാന്മാരുടെ ചരിത്രമാണ്, മഹാന്മാരുടെ ബയോഗ്രഫിയാണ് ചരിത്രം എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കാർലെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തു. മഹാന്മാരുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് ഡിഫൈൻ ചെയ്തത് കാർലെയാണ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് ഇവിടെ, നമ്മൾ എല്ലാ ഡെഫിനിഷൻസും നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഡെഫിനിഷൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഡെഫിനിഷൻസുകൾ നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോകുന്നത് വളരെ അഭികാമ്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മുടെ ടോസ് അക്കാഡമിയുടെ ആപ്പിലൂടെ ലഭ്യമാകുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്രാഷ് ബാച്ചിലൂടെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ സെറ്റ് ഹിസ്റ്ററി നേടിയെടുക്കാം, ഒരുപാട് സെറ്റ് വിജയികളെ സൃഷ്ടിച്ച ഒരു സ്ഥാപനം കൂടിയാണ് ടോസ് അക്കാഡമി. സോ ടോസ് അക്കാഡമിയുടെ ഇത്തരത്തിലുള്ള ഈ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.